നമ്മൾ എല്ലാവരും മെറ്റയുടെ ലാമ മോഡലുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതാ മെറ്റ ഒരു പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. മെറ്റ സൂപ്പർ ഇന്റലിജൻസ് ലാബ്സ് വികസിപ്പിച്ചെടുത്ത തങ്ങളുടെ ആദ്യത്തെ മ്യൂസ് ഫാമിലി മോഡൽ മ്യൂസ് സ്പാർക്ക് ഔദ്യോഗികമായി പുറത്തിറക്കി. ഇത് വെറും ഒരു ചാറ്റ് ബോട്ട് മാത്രമല്ല. മെറ്റയുടെ ലക്ഷ്യം പേഴ്സണൽ സൂപ്പർ ഇന്റലിജൻസ് ആണ്. അതായത് നിങ്ങളെക്കാൾ നന്നായി നിങ്ങളെ അറിയുന്ന, നിങ്ങളെ കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു അതിബുദ്ധിമാനായ കൂട്ടുകാരൻ. ഈ പുതിയ AI വിസ്മയത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ എന്താണ് മ്യൂസ് സ്പാർക്ക് എന്നും എന്തുകൊണ്ടാണ് മ്യൂസ് സ്പാർക്ക് ഇത്ര സ്പെഷ്യൽ ആകുന്നതെന്നും നോക്കാം. ഇതിന്റെ പ്രധാന കരുത്ത് മൾട്ടി മോഡൽ റീസണിംഗ് ആണ്. സാധാരണ AIകൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റ് മാത്രം വായിക്കുമ്പോൾ മ്യൂസ് സ്പാർക്കിന് ഒരേ സമയം ടെക്സ്റ്റ് വായിക്കാനും ചിത്രങ്ങൾ കാണാനും ശബ്ദം കേൾക്കാനും സാധിക്കും. ഈ വിവരങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്ത് മനുഷ്യരെ പോലെ യുക്തിസഹമായി ചിന്തിക്കാൻ ഇതിന് കഴിയും. ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ടൂൾ യൂസ്, വിഷ്വൽ ചെയിൻ ഓഫ് തോട്ട് തുടങ്ങിയ ഹൈടെക് വിദ്യകൾ മെറ്റ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു സങ്കീർണമായ ഡയഗ്രാം കാണിച്ചു കൊടുത്താൽ അത് അനലൈസ് ചെയ്ത് അതിലെ പിഴവുകൾ കണ്ടെത്താൻ ഇതിന് നിമിഷങ്ങൾ മതി. ഇനി ഇതിലെ ഏറ്റവും മികച്ച ഫീച്ചറിനെ കുറിച്ച് പറയാം. കണ്ടംപ്ലേറ്റിംഗ് മൂഡ്. നമ്മൾ ഒരു വലിയ പ്രശ്നം വരുമ്പോൾ കുറച്ചു നേരം ഇരുന്ന് ചിന്തിക്കാറില്ലേ? അതുപോലെ മ്യൂസ് സ്പാർക്കിനും ഇപ്പോൾ ചിന്തിക്കാൻ സമയം നൽകാം. പരമ്പരാഗതമായ AIകൾ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്ന രീതിയിലാണ് ചിന്തിക്കുന്നത്. എന്നാൽ കണ്ടംപ്ലേറ്റിംഗ് മോഡിൽ ഒന്നിലധികം AI ഏജന്റുകൾ ഒരേ സമയം ഒരു വിഷയത്തിന്റെ വിവിധ വശങ്ങൾ വിശകലനം ചെയ്യുന്നു. പാരലൽ റീസണിംഗ് ത്രെഡ്സ് എന്ന് പറയും. അവസാനം ഇവയെല്ലാം കൂടി യോജിപ്പിച്ച് മിക്സ് ചെയ്ത് ഏറ്റവും കൃത്യമായ ഉത്തരം നൽകുന്നു. ജെമിനി, DeepThink, GPT Pro പോലെയുള്ള അതിനൂതന മോഡലുകളുമായി മത്സരിക്കാൻ മ്യൂസ് സ്പാർക്കിനെ സഹായിക്കുന്നത് ഈ ഒരു സവിശേഷത തന്നെയാണ്. സങ്കീർണമായ സയൻസ് പ്രോജക്റ്റുകൾക്കും ഗണിതശാസ്ത്ര പ്രശ്നങ്ങൾക്കും ഇത് വലിയൊരു അനുഗ്രഹമാണ്. ഹ്യൂമാനിറ്റീസ് ലാസ്റ്റ് എക്സാം എന്ന ലോകത്തിലെ ഏറ്റവും കഠിനമായ AI ടെസ്റ്റിൽ 50.2% സ്കോർ നേടാൻ മ്യൂസ് സ്പാർക്കിന് കഴിഞ്ഞു. നിലവിലെ AI സംവിധാനങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത തരത്തിൽ രൂപകൽപ്പന ചെയ്ത ഒരു ബെഞ്ച് മാർക്കാണിത്. ഈ ഒരു മോഡ് ഘട്ടം ഘട്ടമായിട്ട് മെറ്റ AI ആപ്പിൽ ലഭ്യമായി തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ വേഗത ആവശ്യമുള്ള ദൈനംദിന കാര്യങ്ങൾക്കായിട്ട് ഫാസ്റ്റ് മോഡ് ഉപയോഗിക്കാവുന്നതുമാണ്. ഇനി മ്യൂസ് സ്പാർക്കിന്റെ മൾട്ടി മോഡൽ കഴിവുകൾ നിരവധി പ്രായോഗിക സാഹചര്യങ്ങളിൽ പ്രയോജനപ്പെടുത്താനാകും. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും മ്യൂസ് സ്പാർക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. 1000-ലധികം ഡോക്ടർമാരുമായി സഹകരിച്ചിട്ടാണ് മെറ്റ ഇതിന് ഹെൽത്ത് ഡാറ്റ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾ വ്യായാമം ചെയ്യുമ്പോൾ ഏതൊക്കെ പേശികളാണ്, മസിൽസ് ആണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു തരാനും നിങ്ങളുടെ പോഷകാഹാരക്രമം കൃത്യമായി പ്ലാൻ ചെയ്യാനും മ്യൂസ് സ്പാർക്കിന് കഴിയും. ഇത് വ്യക്തിഗത ആരോഗ്യ പരിചരണത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് സങ്കീർണമായ STEM, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് ചോദ്യങ്ങൾക്ക് ഇന്ററാക്റ്റീവ് ഡിസ്പ്ലേകൾ വഴി ഉത്തരം നൽകാൻ ഇതിന് സാധിക്കും. മെറ്റ ശരിക്കും വ്യക്തിഗത സൂപ്പർ ഇന്റലിജൻസിയിലേക്ക് എത്താൻ മ്യൂസ് സ്പാർക്കിന്റെ കഴിവുകളെ 3 പ്രധാന വഴികളിലൂടെയാണ് വികസിപ്പിക്കുന്നത്. ഒന്ന്, പ്രീ ട്രെയിനിങ്. കഴിഞ്ഞ 9 മാസത്തിനുള്ളിൽ മെറ്റ തങ്ങളുടെ ട്രെയിനിങ് സിസ്റ്റം പൂർണ്ണമായും മാറ്റി എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ ലാമ 4 മോഡലുകളേക്കാൾ കുറഞ്ഞ പവർ ഉപയോഗിച്ച് കൂടുതൽ വേഗത്തിൽ മ്യൂസ് സ്പാർക്ക് പ്രവർത്തിക്കും. രണ്ടാമതായിട്ട് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് RL ആണ്. മോഡലിന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. മുൻപ് പഠിക്കാത്ത കാര്യങ്ങൾ പോലും യുക്തിപരമായി കൈകാര്യം ചെയ്യാൻ ഇത് AIയെ പ്രാപ്തമാക്കുന്നു. മൂന്നാമതായിട്ട് ടെസ്റ്റ് ടൈം റീസണിംഗ്, അതായത് ഉത്തരം നൽകുന്നതിന് മുൻപ് ചിന്തിക്കുന്ന പ്രക്രിയയാണിത്. ഇത് ലേറ്റൻസി അഥവാ താമസം കുറയ്ക്കാനും സഹായിക്കുന്നു. ഇനി ഇത്രയും ബുദ്ധിയുള്ള ഒരു സാധനം വരുമ്പോൾ നമ്മൾ പേടിക്കേണ്ടതില്ലേ എന്നൊരു സംശയം എല്ലാവർക്കും തോന്നാം. മെറ്റ പറയുന്നത് പേടിക്കേണ്ട എന്നാണ്. അഡ്വാൻസ്ഡ് AI സ്കെയിലിംഗ് ഫ്രെയിംവർക്ക് എന്ന ഗൈഡൻസ് ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ജൈവായുധങ്ങൾ, സൈബർ ആക്രമണങ്ങൾ എന്നിവയെക്കുറിച്ച് ചോദിച്ചാൽ മ്യൂസ് സ്പാർക്ക് മറുപടി നൽകില്ല. എന്നാൽ ഒരു രസകരമായ കാര്യം, അപ്പോളോ റിസർച്ച് നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയത് താൻ ഒരു പരീക്ഷണത്തിന് വിധേയനാവുകയാണ് എന്ന് തിരിച്ചറിയാൻ മ്യൂസ് സ്പാർക്കിന് കഴിയും എന്നാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് അത് വളരെ സത്യസന്ധമായി പെരുമാറുന്നു. ഇത് ഗവേഷകർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിമാറുന്നുമുണ്ട്. ഇനി എല്ലാവരും ചോദിക്കുന്ന അടുത്ത ചോദ്യം, ഇത് GPT-5നെ തോൽപ്പിക്കുമോ എന്നാണ്. ചില കാര്യങ്ങളിൽ യെസ്, തോൽപ്പിക്കും. എന്നാൽ ചില കാര്യങ്ങളിൽ ഇല്ല. ചാർട്ടുകൾ വിശകലനം ചെയ്യുന്നതിലും മെഡിക്കൽ കാര്യങ്ങളിലും മ്യൂസ് സ്പാർക്ക് GPTയെ പിന്നിലാക്കി. എന്നാൽ പുതിയതും അപരിചിതവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഇപ്പോഴും ഗൂഗിൾ ജെമിനിയും ഓപ്പൺ AIയും തന്നെയാണ് മുന്നിൽ. എങ്കിലും മെറ്റയുടെ ഈ മുന്നേറ്റം അത്ര നിസ്സാരമല്ല. ഇനി അടുത്ത ചോദ്യം ഇതാണ്, ഇത് എപ്പോൾ കിട്ടും, അതുപോലെ തന്നെ എങ്ങനെ കിട്ടും എന്നുള്ള ചോദ്യം. മ്യൂസ് സ്പാർക്ക് ഇപ്പോൾ meta.ai വെബ്സൈറ്റിലും മെറ്റ AI ആപ്പിലും ലഭ്യമാണ്. ലാമയിൽ നിന്ന് വ്യത്യസ്തമായി ഇത് ഒരു ക്ലോസ്ഡ് സോഴ്സ് മോഡലാണ്. അതായത് ഇതിന്റെ കോഡ് മെറ്റ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. മൈക്രോസോഫ്റ്റുമായും ഗൂഗിളുമായും നേരിട്ട് കട്ടയ്ക്ക് മത്സരിക്കാനാണ് മെറ്റയുടെ ഈ പ്ലാൻ. അലക്സാണ്ടർ വാങ് എന്ന പ്രതിഭയാണ് ഈ ലാബിന് നേതൃത്വം നൽകുന്നത്. അപ്പോൾ ഒരു പേഴ്സണൽ സൂപ്പർ ഇന്റലിജന്റ് അസിസ്റ്റന്റ് നിങ്ങളുടെ പോക്കറ്റിൽ എത്തിക്കഴിഞ്ഞു. മനുഷ്യനും മെഷീനും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഭാവിയിലേക്കാണ് മ്യൂസ് സ്പാർക്ക് വിരൽ ചൂണ്ടുന്നത്. ഇത് നമ്മുടെ ജോലിയെ എളുപ്പമാക്കുമോ അതോ പുതിയ വെല്ലുവിളികൾ ഉയർത്തുമോ? കാത്തിരുന്ന് കാണാം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.